പ്രിയരെ, നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് ബംഗ്ലാദേശിന്റെ ചോര പുരണ്ട ചരിത്രത്തിനെ കുറിച്ച് ഒരു അവലോകനമാണ്. ആയിരത്തി 1971 മുതൽ 2024 ഈ ദിനം വരെ ഏതെങ്കിലും ഒരു ദിവസം ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അക്രമങ്ങൾ ഇല്ലാതിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ അക്രമങ്ങൾ നടന്നതൊക്കെ തന്നെ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും ചിന്തിക്കണം. ആ ചോര പുരണ്ട ബംഗ്ലാദേശിന്റെ ചരിത്രത്തെ നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കാം. টাকা নাই, পয়সা নাই, চাল নাই, ডাল নাই, রাস্তা নাই, রেলওয়ে ভেঙে দিয়ে গেছে. ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ്, ആദ്യത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ 1975 ഒരു സൈനിക അട്ടിമറിയിലൂടെയാണ് വധിക്കപ്പെടുന്നത്. അതിനുശേഷം നീണ്ട പട്ടാള ഭരണമാണ് അവിടെ കാഴ്ചവെച്ചത്. 1990 ജനാധിപത്യ സംവിധാനത്തിൽ ബംഗ്ലാദേശ് പുനഃസംഘടിക്കപ്പെട്ടുവെങ്കിലും ഏകദേശം 170 ദശലക്ഷത്തോളം ജനങ്ങളുള്ള ആ രാജ്യം സമീപ വർഷങ്ങളിൽ ഇടയ്ക്കിടെ വർഗീയ ലഹള അല്ലെങ്കിൽ രാഷ്ട്രീയ ആക്രമണങ്ങളാൽ ആടി ഉലഞ്ഞു. 2009 അവരുടെ വേതനത്തിലും ജീവിത സാഹചര്യങ്ങളിലേക്കും അസന്തുഷ്ടരായ അതിർത്തി കാക്കുന്നവർ അതല്ലെങ്കിൽ പട്ടാളക്കാർ തലസ്ഥാനമായ ധാക്കയിൽ 70-ലധികം പാവപ്പെട്ടവരെയാണ് കൊന്നൊടുക്കിയത്. അവരിൽ ഭൂരിഭാഗവും സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു എന്നുള്ളതും വിരോധാഭാസമാണ്. 1 ഡസനോളം പട്ടണങ്ങളിലേക്ക് ആ കലാപം വ്യാപിച്ചു. 6 ദിവസത്തിന് ശേഷം തുടർച്ചയായ ചർച്ചകൾക്ക് ശേഷവും കോപാകുലരായ കാവൽക്കാർ കീഴടങ്ങിയതോടെ കലാപം തൽക്കാലത്തേക്ക് അവസാനിച്ചു. 2013 ധാക്കയിലെ ബംഗ്ലാദേശ് ഛത്ര ലീഗുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് 1 ദിവസത്തിന് ശേഷം ധാക്ക സർവകലാശാലയുടെ കാമ്പസിൽ ഒരു മോട്ടോർ സൈക്കിളിന് തീപിടിക്കുകയാണ്. അവിചാരിതമൊന്നുമല്ല, സംഘടിച്ചുകൊണ്ട് അത് ആസൂത്രണം ചെയ്തു തന്നെയാണ്. അവിടെ തുടങ്ങിയ കലാപം ആ ഒരു മോട്ടോർ സൈക്കിളിന് തീപിടിച്ചത് മുതൽ ഒരു ചെറിയ കലാപമുണ്ടായി. ആദ്യത്തെ പ്രധാനമന്ത്രിയായ റഹ്മാന്റെ മക്കള് ഷെയ്ഖ് ഹസീനയുടെയാണ് ആ ഭരണത്തിലുണ്ടായിരുന്നത്. അവാമി ലീഗ് ഭരണത്തിന് കീഴിലുള്ള രാഷ്ട്രീയ ആക്രമണങ്ങളിൽ സുഹൃത്തുക്കളെ ഏകദേശം 500 പേര് മരിച്ചിട്ടുണ്ട്. എന്നാൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു. 1971 കുറ്റകൃത്യങ്ങളിൽ പ്രതിപക്ഷ ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയുടെ നേതാവും ഇസ്ലാമിക നേതാവുമായ അബ്ദുൽ ഖാദർ മൊല്ലയെ തൂക്കിലേറ്റിയത്. അതിനോട് ബന്ധപ്പെട്ട് ഏകദേശം 1500ഓളം പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടവരിൽ 99% സംഘടിച്ചുള്ള ഇസ്ലാമിക തീവ്രവാദികൾ കൊന്നൊടുക്കിയിട്ടുള്ളത്, ആക്രമിച്ചത് ആർക്ക് നേരെയായിരിക്കും? അവിടുത്തെ बेटा तुम याद रखो कि तुम हिंदू, तुम ये भूल गए हो. अब तुमको अगर याद आ गया हिंदू हो तो अपने बहन बेटी का इज्जत बचाओ, अपने धर्म को बचाओ. और दूसरी नंबर बात कि मैं सबसे अहम मुद्दा बहुत भड़काऊ. 2016 20 ബന്ദികൾ, അവരിൽ ഭൂരിഭാഗവും വിദേശികളായിരുന്നു.
ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയോട് അവകാശപ്പെട്ട ആ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ധാക്കയിലെ നയതന്ത്ര മേഖലയിലെ ഒരു ഉയർന്ന റെസ്റ്റോറൻറ്റിന് നേരെ ഭീകരവാദികൾ ആക്രമണം നടത്തി. സുരക്ഷാ സേന വരാൻ, ആ ആക്രമണങ്ങളെ തടയാൻ പ്രിയപ്പെട്ടവരെ 10-16 മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത്. അതുവരെ ആ സംഘർഷം നീണ്ടു നിന്നു. ആ സംഘർഷം റെസ്റ്റോറൻറ്റിന് നേരെ ആണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ ആക്രമിച്ചത് മുഴുവൻ ആരുടെ മുകളിലായിരിക്കും കുതിര കയറിയിട്ടുണ്ടാവുക. ആ ആക്രമണങ്ങളിൽ ഇറ്റലിയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, ജപ്പാനിലും അമേരിക്കയിലും എന്തിനേറെ ഇന്ത്യയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് സത്യവുമാണ്. രാജ്യത്ത് ലിബറൽ ജീവിതശൈലി ബാധിക്കുന്ന ആൾക്കാർക്കെതിരെ മാസങ്ങൾ നീണ്ട ആക്രമണത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചത് എന്നും ഓർക്കേണ്ടതാണ്. (2021) മുസ്ലിം ഭൂരിപക്ഷ ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ന്യൂനപക്ഷങ്ങളെയായിരുന്നു എപ്പോഴും ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അത് ഹിന്ദുക്കളെയാകും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മതസ്നേഹമാണ് എനിക്ക് നോക്കേണ്ടത്. ഞാൻ നോക്കുന്നത് ഒക്ടോബറിൽ കുറഞ്ഞത് 6 പേരെങ്കിലും അവരുടെ വീടുകൾ നശിപ്പിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദശാബ്ദത്തിനിടയിൽ നടന്ന ഒരു ചെറിയ കലാപമായിട്ടത് അവിടുത്തെ സർക്കാർ അതിനെ വിലയിരുത്തി. সমাজের সাথে দাঙ্গা লেগে এবার 24 টাকা দিছে, 24 টাকা দিছে। নেক্সট টাইম যদি কেউ ছাত্রগুলোকে দাঙ্গা লয়, কোন ছাত্রলীগ ইত্যাদি আমাদের দেখা হইব। ബംഗ്ലാദേശിന്റെ ദേശീയതയുടെ 50ാം വാർഷികാഘോഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവിടുത്തെ ഭരണാധികാരി ക്ഷണിച്ചു. ആ മോദിയുടെ സന്ദർശനത്തിൽ അതിർത്തിയുള്ള ജമാഅത്തെ ഇസ്ലാമിയും തീവ്ര മുസ്ലിം വിഭാഗക്കാരും അവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഹിന്ദുക്കൾക്ക് നേരെയും എന്തിനേറെ കടുത്ത ഇടതുപക്ഷക്കാരെ പോലും അവിടെ ആക്രമിച്ചു. വ്യക്തികളെ ആക്രമിക്കുന്നത് പോരാഞ്ഞ് আমরা সবাই নবীর সেনা, আমরা সবাই রাসূল সেনা। নারায়ে তাকবীর, নারায়ে তাকবীর। ലൈബ്രറികളും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആക്രമിച്ചില്ലാതാക്കി. Nation. Rahul Ananda, one of the famous musicians of Bangladesh, his studio and house was attacked by writer. Going by the reports that have been filed by leading publication in Bangladesh, those reports are giving detailed accounts of how the minorities in Bangladesh are under attack. Hindu temples have been attacked in Natora, Dhamrai, Dhaka, Kalapara, Patukali, Faridpur, Shariatpur, and houses in Jasor, Noakhali, Meherpur and other districts have been attacked. Let's give you a district-wise breakdown of the vandalism that Hindu community have been subject to. 40 Hindu shops have been vandalized in Dinajpur. Noakhali, 3 houses and 4 businesses of minority community have been targeted. Dhamrai temple have been attacked. Lalpur, 6 houses have been vandalized. Meherpur, 9 houses of Hindus have been vandalized. Dinajpur, 40 shops have been targeted. Shariatpur, temple of Dhanuka Mansa have been demolished by the rioters. Khulna, 11 Hindu houses were attacked. 2024 മുഖ്യപ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ബഹിഷ്കരിച്ച തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷവും ഹസീന വീണ്ടും അധികാരത്തിലെത്തി. ഈ സമയത്ത് പോളിംഗ് ബൂത്തുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും തീവെപ്പിലും ധാരാളം പേർ മരിച്ചു. ആയിരക്കണക്കിന് പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേറ്റു. ധാരാളം സ്വത്തുവകകൾ തല്ലിത്തകർത്തു. ധാരാളം കൊള്ളകൾ നടന്നു.
രാജിവെച്ച്, അതായത് സർക്കാർ സർവീസുകളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുണകൾക്ക് ഒരു പ്രത്യേക ശതമാനം സംവരണം ഏർപ്പെടുത്താനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളെ जनता आवर बोलो आवर അഴിച്ചുവിട്ടുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നടത്തിയ ഒരു അട്ടിമറി ശ്രമം അവസാനം അത് വിജയത്തിലേക്കെത്തി. ഹസീന, അവിടുത്തെ ഭരണാധികാരി പ്രധാനമന്ത്രി, രാജിവെച്ച് ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ അവിടെ സംവരണം, സ്വാതന്ത്ര്യ സമരത്തിന് പങ്കെടുത്തവരുടെ പിന്തുണക്കാരുടെ ചില ആൾക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി എന്ന ഒറ്റ കാരണം, कि बेटा तुम याद रखो कि तुम हिंदू, तुम ये भूल गए हो. अब तुमको अगर याद आ गया हिंदू हो तो अपने बहन बेटी का इज्जत बचाओ, अपने धर्म को बचाओ. और दूसरी नंबर बात कि मैं सबसे अहम मुद्दा बहुत भड़काऊ കണക്കിന് ഹിന്ദുക്കളെയാണ് ആക്രമിച്ചത്. അതിനവർ കണ്ടെത്തിയ പഴുതെന്തെന്നറിയാമോ? സ്വാതന്ത്ര്യ സമരത്തിലെ അന്ന് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരിൽ 90% ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് പാകിസ്ഥാന്റെ കൈകൾ തന്നെയാണ്. ലോക ഇസ്ലാമിക രാജ്യം കൊണ്ടുവരാനുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പിൻ്റെയും ഒക്കെ സഹായത്താൽ ബംഗ്ലാദേശിൽ നടത്തിയ അട്ടിമറിയിൽ അവസാനം വിജയിച്ചു. അവിടെ ഒരു നോക്കുകുത്തി പ്രധാനമന്ത്രിയെ അവർ അധികാരത്തിലെത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാമിക സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം പിന്നീട് നടത്തിയ ആക്രമണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ അവർ ഭവനരഹിതരാക്കി. Broken damage. This is the Thakurgaon area in Bangladesh and has a resident Hindu population in the country. And there we are being told 14 Hindu temples. That's a big number. Remember, it must be the area where there is a fairly prominent Hindu minority living in Thakurgaon in Bangladesh. Let's just listen in first to what the police official has said in Bangladesh. ധാരാളം ആയിരക്കണക്കിന് ഹിന്ദു സ്ത്രീകളെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെയും ആക്രമിച്ച് ബലാത്സംഗത്തിന് ഇരയാതി അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. ധാരാളം പേരെ, പെണ്ണുങ്ങളെ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ട് മുകൾ നിലയിൽ താഴെ കിടന്ന വീഡിയോകൾ പോലും പ്രചരിക്കുകയുണ്ടായി. ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യയിലെ ഭരണാധികാരികൾ പലപ്പോഴും ഉണ്ടാതിരുന്നു. പക്ഷേ RSS എന്ന സംഘടന തക്കതായ മറുപടി അല്ലെങ്കിൽ ഒരു സൂചന കൊടുത്തു. RSSന് ഇവിടുത്തെ ഹിന്ദുക്കളുടെ നേരെയുണ്ടാക്കുന്ന, ബംഗ്ലാദേശിലെ നേരെയുണ്ടാക്കുന്ന ഹിന്ദുക്കളുടെ ആക്രമണങ്ങൾ മനംനൊന്നുകൊണ്ട് ചെറിയൊരു സൂചന കൊടുത്തു. के लिए हो रहे आंदोलनों में अल्पसंख्यक समुदायों के साथ हो रही हिंसा पर राष्ट्रीय स्वयंसेवक संघ RSS ने गंभीर चिंता जताई है और इसकी घोर निंदा की है. राष्ट्रीय स्वयंसेवक संघ के सरकार्यवाह दत्तात्रेय होसबोले ने एक बयान जारी कर ये जानकारी दी. बयान में RSS ने बांग्लादेश में हिंदू तथा अन्य अल्पसंख्यक समुदाय के लोगों की लक्षित हत्या, लूटपाट, आगजनी, महिलाओं के साथ जघन्य अपराध और मंदिर जैसे श्रद्धा स्थानों पर हो रहे हमले को क्रूरता की संज्ञा देकर असहनीय बताया है. RSS ने बांग्लादेश की कार्यकारी सरकार से अल्पसंख्यकों की सुरक्षा सुनिश्चित करने और ऐसी घटनाओं पर रोक लगाने की मांग की है. बयान में भारत सरकार से भी बांग्लादेश में अल्पसंख्यकों की सुरक्षा सुनिश्चित करने के लिए हर संभव प्रयास करने का आग्रह किया गया है. ഏതാനും മണിക്കൂറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി Prime Minister Modi said India hopes for an early return to normalcy, ensuring the safety and protection of Hindus and all other minority communities in the neighbouring country, and of course added that New Delhi remains committed to working with Bangladesh as the neighbour nation to fulfill shared aspirations of both our peoples for peace, security and development. അവിടുത്തെ ഭരണാധികാരികൾക്ക് സൂചന നൽകി. അവിടുത്തെ ഹൈന്ദവ വേട്ട ഇസ്ലാമിസ്റ്റുകളെ അവസാനിപ്പിക്കണം, അതിനുവേണ്ടി അവിടുത്തെ ഭരണകൂടവും പട്ടാളവും മുന്നിട്ടിറങ്ങണമെന്നുള്ളത്. അത് ഫലവത്തായി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കലാപമില്ലാതായി. പക്ഷേ അവിടെ ഇന്ത്യൻ വസ്തുവകകളും
ഇന്ത്യൻ ഇന്ത്യയുടെ നിന്ന് പോയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ബഹിഷ്കരിക്കാനുള്ള ഒരു നടപടിയും അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടം കൈക്കൊണ്ടിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ ഹൈന്ദവ സംഘടനയും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഹിന്ദുക്കൾ താമസിക്കുന്നിടത്തൊക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിനായിട്ടുള്ള പ്രതിഷേധം ആളിക്കത്തി. हिंदू तुम्ही शपथ करो, हिंदू तुम्ही शपथ करो, हिंदू तुम्ही शपथ करो, আমার মাটি আমার মা, আমার মাটি আমার মা, হিন্দু তুমি শপথ করো। ഇന്ത്യയിൽ ഹിന്ദു സംഘടന നേതൃത്വത്തിലുണ്ടായി. പക്ഷേ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിലെ ആൾക്കാർക്ക് കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിക്കോ അതോടൊപ്പം അവരെ വാലാട്ടുകളായിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ ഹിന്ദുക്കളുടെ വേദനകൾ മനസ്സിലറിഞ്ഞില്ല. അവർ പാലസ്തീനു വേണ്ടി വാദിക്കാൻ തുടങ്ങി. പാലസ്തീനിലെ എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിനുവേണ്ടി സേവ് പാലസ്തീനു വേണ്ടി മുന്നോട്ട് വരുന്നു. പ്രിയപ്പെട്ടവരെ, RSSന്റെ ശക്തി തിരിച്ചറിഞ്ഞ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ബോധം വന്നു. ആയിരക്കണക്കിന് അവിടെ അനൗദ്യോഗികമായിട്ടോ ഒരു കണക്ക് വന്നത് ഏകദേശം 8 ലക്ഷത്തോളം പേർ ഹിന്ദുക്കൾ ഒന്നിച്ചു കൂടി എന്നുള്ളതാണ്. ലോക ചരിത്രത്തിൽ ഇതാദ്യമാണ്. ലോക ഹൈന്ദവ ഉണർത്തെഴുന്നേൽക്കുന്ന ആദ്യമായ ഒരു സംഭവമാണത്. പ്രിയപ്പെട്ടവരെ, ഇത് ലോക ഹിന്ദുക്കൾക്കൊരു ഉത്തേജനമാണ്, ഒരു സൂചനയാണ് മറ്റുള്ളവർക്ക്. ഇന്ത്യയിലും ഇതേപോലെയുള്ള ഒരു സംഘടിതമായ ഒരു മുന്നേറ്റമുണ്ടായാൽ ഒരിക്കൽ പോലും ഭാരതത്തിൽ ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്ന ഒരു തിരിച്ചറിവ്, ഒരു ബോധോദയം ഇനിയെങ്കിലും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. സമാധാനം മൗനമാണ് നല്ലത് എന്ന ആപ്തവാക്യം മാറ്റിയിടാം. അവിടെ ഹിന്ദുക്കൾ ആയുധമെടുത്തപ്പോൾ ഇസ്ലാമിക ഭീകരവാദികളും ഭരണകൂടവും മുട്ടുവിറച്ചു എന്ന സത്യവും ഉൾക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ബംഗ്ലാദേശ് ഹിന്ദുക്കൾ നമുക്ക് പറഞ്ഞു തന്ന, വഴികാട്ടി തന്ന ചില മാർഗരേഖകളുണ്ട്. ആ രേഖ ഭാരതത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഹിന്ദുക്കൾ ഒന്ന് ഏറ്റെടുത്താൽ വളരെ നന്നായിരുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.